ഇന്ന് യഹൂദർക്ക് സാബത്താണ്. മറ്റുള്ളവർ ക്രിയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. സൃഷ്ടികർമ്മത്തിന് ശേഷം കർത്താവ് വിശ്രമിച്ച 7-ാം ദിനം. ഈജിപ്തിനെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഓർമ്മദിനം. ഇതെല്ലാമായിരുന്നു ആ ദിനത്തിന്റെ പ്രത്യേകത കാണിച്ചു തന്നിരുന്നത്. ജോസഫും മേരിയും ഭക്തിപൂർവം അന്ന് ചെലവഴിച്ചു. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്. നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. എന്റെ ജീവിതം കർത്താവിന്റെ ദാനമാണ്. എന്റെ ജന്മനാൾ മുതൽ ഇന്ന് വരെ നൽകിയ ദാനങ്ങൾ അളവറ്റതാണ്. ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ ആ ദിനം ദൈവദാനമാണെന്നോർത്ത് കൃതജ്ഞതാപൂർവ്വം എഴുന്നേൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ ദിനമാണ് ഞായറാഴ്ച. വിശുദ്ധ ജെറോം പറയുന്നു, ഈ ദിനത്തിലാണ് ലോകത്തിന്റെ പ്രകാശം ഉദയം ചെയ്തത്, നീതിയുടെ സൂര്യൻ തന്റെ കിരണങ്ങളാൽ സ്വയം വെളിപ്പെടുത്തിയത്. കർത്താവിന്റെ ദിനത്തിൽ വിശുദ്ധിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം.